പീഡനവും മരണവും ഒരു മുസ്ലിമിന് പുതുമയുള്ളതല്ല. ഈ ലോകത്ത് ആദ്യമായി ഒരു മുസ്ലിമിന് ജീവൻ നഷ്ടപ്പെട്ടത് സ്വാഭാവിക മരണത്തിലൂടെയല്ല, അതിക്രൂരമായ വധത്തിലൂടെയായിരുന്നു. മനുഷ്യപിതാവ് ആദമിന്റെ മകൻ ഹാബിലായിരുന്നു ആ ഹതഭാഗ്യൻ. ഇതിലൂടെ ദൈവം മനുഷ്യന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഇതാണ്: ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവന് ഈ ലോക ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ചിലപ്പോൾ ക്രൂരമായി തന്നെ അവൻ കൊല്ലപ്പെട്ടേക്കാം. തുടർന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യചരിത്രം ഇതിന്റെ ആവർത്തനമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 85-ാം അധ്യായത്തിലെ 4 മുതൽ 8 കൂടി വചനങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അത് ഇങ്ങനെ വായിക്കാം: ആ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ, അതായത് വിറകു നിറച്ച തീയുടെ ആളുകൾ. അവർ അതിനരികെ ഇരുന്ന സന്ദർഭം സത്യവിശ്വാസികളെ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനു അവർ സാക്ഷികളായിരുന്നു. സ്തുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു തെറ്റു മാത്രമാണ് അവർ അവരിൽ ചുമത്തിയത്. പോയ കാലത്ത് മുസ്ലിമായതിന്റെ പേരിൽ കത്തിയെരിയുന്ന തീക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ഹതഭാഗ്യരെക്കുറിച്ചുള്ള പരാമർശമാണിത്. ഈ സംഭവത്തോട് ചേർത്ത് നോക്കുമ്പോൾ ഇന്ന് ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നിസ്സാരം! ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവപ്രീതിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിക്കൊണ്ടായിരിക്കും. അവനെ വേദനിപ്പിച്ച് തളർത്തിക്കളയാമെന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. കിണറിൽ ചാടി മരിക്കാൻ പോകുന്നവനോട് അതിൽ സർപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം? ഈ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ആയുസ്സിന് ഒരു പരിധിയുണ്ട്. ഇന്ന് കൊല്ലുന്നവനും അത് കണ്ടു ചിരിക്കുന്നവനും നാളെ മരിക്കും. അവന്റെ ബന്ധുക്കൾ നിലവിളിക്കും, അവന്റെ ശത്രുക്കൾ ചിരിക്കും. അവസാനം എല്ലാവരും ചെന്നെത്തുന്നത് ഒരിടത്തേക്ക്: ആയുധങ്ങളില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, തനിക്കു താൻ മാത്രമുള്ള ഒരിടം. അതിനാൽ ഫലസ്തീനികളെ ഓർത്ത് ആരും ചിരിക്കുകയോ കരയുകയോ വേണ്ട. അവരിൽ ദൈവപ്രീതി സമ്പാദിച്ചവർ സ്വർഗത്തിലേക്ക് പോകും. അവരെ കൊല്ലുന്നവരും അത് കണ്ടു ചിരിക്കുന്നവരും നരകത്തിലേക്കും.